മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമുള്ള ജീവിതത്തിൽ ശത്രുക്കൾക്ക് പോലും ബോധ്യമായ സത്യസന്ധതയുടെ രംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. ആദ്യം നമ്മൾ സഫാ കുന്നിൻ്റെ മുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ച് ബോധ്യപ്പെടുത്തിയ രംഗം പറഞ്ഞു. ഹിജ്റ പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ബാക്കിയാക്കി തന്നെ സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ വാർത്തയും നമ്മൾ ഓർത്തു. ഇനി നമുക്ക് ഓർക്കാനുള്ളത് ഈ പലായനത്തിൻ്റെ ശേഷം ബദർ യുദ്ധത്തിൻ്റെ ശേഷം ഉഹദ് യുദ്ധത്തിൻ്റെ ശേഷം യുദ്ധങ്ങളുടെ ശേഷം ഒരു സന്ധി ഉണ്ടാകുന്നുണ്ട്, ഹുദൈബിയ സന്ധി. ഹിജ്റ 6-ാം വർഷമാണ്. ഹുദൈബിയ സന്ധിയും ഉണ്ടായതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദേശ രാജാക്കന്മാർക്ക് ഇസ്ലാമിക പ്രബോധനാർത്ഥം കത്തയക്കുന്നുണ്ട്. പുണ്യനബിയുടെ സീറ കൂടി ഇതിലൂടെ ഓർത്തു പോകുന്നത് നന്നാകും എന്ന് തോന്നുന്നു. എന്താണ് ഹുദൈബിയ സന്ധി? അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, തെളിഞ്ഞ വിജയം, വ്യക്തമായ വിജയം അങ്ങേക്ക് നൽകിയിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം ഇറങ്ങുന്നത് ബദർ യുദ്ധത്തിൻ്റെ ശേഷമല്ല, മറിച്ച് ഹുദൈബിയ സന്ധിയുടെ ശേഷമാണ്. എന്താണ് ഹുദൈബിയ സന്ധി? മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും വരുന്നു. ഒരുപാട് വർഷത്തെ 6 വർഷത്തെ കാത്തിരിപ്പാണ്. മക്കയിൽ നിന്ന് പോയിട്ട് 6 വർഷം കഴിഞ്ഞു. ഉംറ ചെയ്യണമെന്ന ആഗ്രഹം, കഅബ കാണണമെന്ന ആഗ്രഹം. മദീനയിലേക്ക് 1000-ഓളം അനുയായികളുമായി മദീനയിലേക്ക് വരികയാണ്. 1500 പേരുണ്ട് എന്ന് തോന്നുന്നു. ആ വരുന്ന സമയത്ത് മക്കക്കാർ പറയുകയാണ്, ഉംറ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകണം. ഉംറ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകണം. അടുത്ത വർഷം വന്ന് ഉംറ ചെയ്തോളൂ, ഈ വർഷം എന്തായാലും ഉംറ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി ഖുറൈശികൾ ഏൽപ്പിച്ചിട്ടുള്ളത് സുഹൈൽ ഇബ്നു അംറിനെയാണ്. പിന്നീട് സഹാബിയാകുന്നുണ്ട് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ശത്രുക്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൈൽ ഇബ്നു അംർ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ തിരിച്ചു പോയിക്കോളൂ, അടുത്ത വർഷം ഉംറയ്ക്ക് വന്നോളൂ, നമുക്ക് ഇവിടെ വെച്ച് ഒരു കരാറിൽ ഏർപ്പെടാം. ആ കരാർ പ്രകാരം 10 വർഷത്തേക്ക് യുദ്ധമുണ്ടാകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവ് തൻ്റെ അനുയായികളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും എന്തിനുമേറെ വില കൽപ്പിച്ചിരുന്ന നേതാവ് അവിടെ നിന്ന് തീരുമാനിക്കുകയാണ്, സന്ധിയിൽ ഒപ്പിടാം, 10 വർഷത്തേക്ക് യുദ്ധമുണ്ടാകില്ലല്ലോ. പക്ഷെ ആ സന്ധിയുടെ കരാറിലുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഇസ്ലാമിന് വിരുദ്ധമായിരുന്നു, മുസ്ലിം പക്ഷത്തിനെതിരായിരുന്നു. അതിലിങ്ങനെയുണ്ട്, മുസ്ലിം മദീനയിൽ നിന്ന് ഒരാൾ വിശ്വാസം ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് മക്കയിലേക്ക് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. എന്നാൽ മക്കയിൽ നിന്നും ഒരാൾ വിശ്വാസം സ്വീകരിച്ച് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിക്കുകയാണ്. ചുറ്റുമുള്ള സഹാബത്ത് അതിനോട് യോജിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് അങ്ങയുടെ തീരുമാനമാണോ, അള്ളാഹു അറിയിച്ചതിന്മേലാണോ? അത്രമേൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിയന്ത്രണം വിട്ട രംഗം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തും സുഹൈൽ ഇബ്നു അംറിനോട് പറയുന്നുണ്ട്, സുഹൈൽ, എന്തു മനോഹരമായ പേരാണ് നിൻ്റേത്. ആ സമയത്ത് അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്, പുണ്യ നബിയിൽ വിശ്വസിച്ച സഹാബി, ശരീരമാകെ പീഡനത്തിൻ്റെ മുറിപ്പാടുകളുണ്ട്, എന്നെ രക്ഷിക്കണം, അഭയം നൽകണം റസൂലേ എന്ന് പറയുകയാണ് അബൂ ജന്ദൽ. അബൂ ജന്ദൽ ഈ പീഡനം മുഴുവൻ അനുഭവിക്കുന്നത് പുണ്യ നബിയിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ്. പുണ്യനബിക്ക് ആ സമയത്ത് സുഹൈൽ ഇബ്നു അംർ പറയുന്നുണ്ട്, ഈ കരാർ എന്തു ചെയ്യും താങ്കൾ എന്ന് ഞാൻ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. ഈ കരാർ പൊളിച്ച് അബൂ ജന്ദലിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുമോ, അതോ ഈ കരാർ എന്നിട്ട് തുടർ യുദ്ധങ്ങളിലേക്ക് പ്രവേശിക്കുമോ, അതോ 10 വർഷത്തേക്ക് യുദ്ധമില്ലെന്ന ഈ കരാറിൽ ഒപ്പിട്ട് അബൂ ജന്ദലിൻ്റെ അഭയാഭ്യർത്ഥന കാണാതെ പോകുമോ? പുണ്യനബി വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. ആ സമയത്ത് സഹാബത്തിനൊക്കെ അഭിപ്രായം അബൂ ജന്ദലിനെ കൂടെ കൊണ്ടുപോകണം, നമ്മൾ ആൾബലമുണ്ടല്ലോ, ഒരു യുദ്ധത്തിനുള്ള ധൈര്യം നമുക്കുണ്ടല്ലോ. പക്ഷെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തീരുമാനിച്ചു, അബൂ ജന്ദലെ, അള്ളാഹു നിനക്ക് അഭയം നൽകുമെന്ന് വേദന അനുഭവിച്ചുകൊണ്ട്, വേദന കടിച്ചമർത്തിക്കൊണ്ട് പുണ്യനബി തിരിഞ്ഞു നടന്നു. പക്ഷെ സ്വഹാബത്ത് തിരിഞ്ഞു നടക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് ഉമ്മു സലമ ബീവിയോട് അഭിപ്രായം ചോദിക്കുന്നു റസൂൽ, എന്തു ചെയ്യണം ഞാൻ? ഉമ്മു സലമ ബീവി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് വൈകാരികമായത് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കില്ല, പക്ഷെ അങ്ങ് ചെയ്താൽ അവർ പിന്നാലെ അനുഗമിക്കുക തന്നെ ചെയ്യും നബിയേ എന്ന് പറഞ്ഞു. പുണ്യ നബി ഉംറ ചെയ്യാൻ നിയ്യത്ത് വെച്ച് ചെയ്യാതെ മടങ്ങുന്നതിൻ്റെ പശ്ചാത്താപം എന്നോണം, പ്രതിവിധി എന്നോണം തലമുണ്ടനം ചെയ്തു. തിരിഞ്ഞു നടക്കുന്ന സമയത്ത് സഹാബത്തെല്ലാം പുണ്യനബി അനുഗമിച്ചു. അതാണ് ഹുദൈബിയ സന്ധി. അത്രയേറെ വിഷമഘട്ടമാണ്. ആ വിഷമഘട്ടമാണ് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് അള്ളാഹു പറഞ്ഞത്. വ്യക്തമായ വിജയമാണ് ഇത് എന്ന് പറഞ്ഞത്.
ഹുദൈബിയ സന്ധി സത്യത്തിൽ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക്, പ്രവാചക ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് വിസ്മരിക്കാൻ കഴിയാത്ത അത്രമേൽ പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. ഹുദൈബിയ സന്ധിക്ക് ശേഷം 10 വർഷത്തേക്ക് ഇനി യുദ്ധമില്ല എന്നതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു പ്രശ്നം അവിടെ ഇല്ലാതായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിദേശ രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചു. ഒരുപാട് കത്തുകൾ അയച്ചു. റോമ സാമ്രാജ്യത്തിന് അയച്ചു, പേർഷ്യ സാമ്രാജ്യത്തിന്, നജ്ജാഷിക്ക്, ഒരുപാട് രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചു. ഇസ്ലാം മക്കയിൽ നിന്നും ഹിജാസിൽ നിന്നും മദീനയിൽ നിന്നും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. അതിൻ്റെ ആരംഭമാണ് ഹുദൈബിയ സന്ധി തന്ന ആ യുദ്ധമില്ലാത്ത കാലം. അങ്ങനെയൊരു കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാക്കിൾ രാജാവിനെ അയക്കുന്നുണ്ട്. ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് ഹിറാക്കുലീസ്. ഹിറാക്കിൾ രാജാവിനെ അയക്കുന്നുണ്ട്. ഈ കത്ത് കിട്ടി ഹിറാക്കിൾ രാജാവ് ആ കത്തിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആരെങ്കിലും തൻ്റെ ഈ ഭരണപ്രദേശത്തിനു കീഴിൽ, ഇന്നത്തെ റോമല്ല, ഇറ്റലിയിലെ റോമല്ല, മറിച്ച് ജസീറത്തുൽ അറബിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സിറിയ, ഷാം അടക്കമുള്ള ഭാഗങ്ങൾ ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ആ ബൈസന്റൈൻ ചക്രവർത്തിയായ ഹിറാക്കിൾ അവിടേക്ക് കച്ചവടത്തിനോ മറ്റോ അറബികൾ വന്നിട്ടുണ്ടോ, മക്കക്കാർ വന്നിട്ടുണ്ടോ എന്ന് ആരാഞ്ഞു. അങ്ങനെയാണ് കച്ചവടത്തിന് വന്ന മക്കക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ കൊട്ടാരത്തിലേക്ക് പോയി. അത് അബൂ സുഫിയാനും കൂട്ടരുമായിരുന്നു. എന്നിട്ട് ഇതിൽ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾ ആരാണ് എന്ന് ചോദിച്ചു. സഹീഹ് ബുഖാരിയിലെ 7-ാം നമ്പർ ഹദീസാണ്. മുഴുവൻ വായിച്ചു വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല, ദീർഘമായ ഹദീസാണ്. നിങ്ങൾ ഈ സന്ദേശം കേട്ടതിൻ്റെ ശേഷം ആ ഹദീസ് വായിക്കണം, അതിൻ്റെ പരിഭാഷയെങ്കിലും വായിച്ച് മനസ്സിലാക്കണം. അത്രയേറെ പവർഫുള്ളായൊരു ഹദീസാണ്. എന്നിട്ട് നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് മുഹമ്മദിനോട് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാക്കിൾ. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഏറ്റവും ബന്ധമുള്ളത്, മുന്നിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ അബൂ സുഫിയാൻ എന്തെങ്കിലും നുണ പറയുകയാണെങ്കിൽ പിന്നിലുള്ള നിങ്ങൾ അത് എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂ സുഫിയാൻ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. വലിയ യുദ്ധതന്ത്രജ്ഞനാണ്. ബദർ യുദ്ധത്തിലെ ആദ്യഘട്ടത്തിൽ കച്ചവട സംഘത്തെ പിടിക്കാനുള്ള പുണ്യനബിയുടെ നേതൃത്വത്തിലുള്ള അനുയായികളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ മാത്രം ബുദ്ധിശക്തിയുള്ള ആളാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ്റെ മകനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇസ്ലാമിക ഭരണകൂടം വളരെയേറെ വ്യാപിക്കുന്നത്, നാവികസേന വരെ വരുന്നത്. അബൂ സുഫിയാൻ അന്ന് ശത്രുപക്ഷത്താണ്. അബൂ സുഫിയാൻ പറയുകയാണ്, എൻ്റെ പിന്നിൽ എൻ്റെ അനുയായികളില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ കൂട്ടാളികളില്ലായിരുന്നുവെങ്കിൽ ഹിറാക്കിൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ശരിയുത്തരം നൽകുമായിരുന്നില്ല. പക്ഷെ ഞാൻ ശരിയുത്തരം നൽകി. ഇല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലാകില്ലേ, ശരിയുത്തരം നൽകിയാൽ മുഹമ്മദ് റസൂലാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും എന്ന് ഭയന്നിട്ടാണല്ലോ ഞങ്ങളുടെ നേതാവ് അബൂ സുഫിയാൻ തെറ്റുത്തരം നൽകിയത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുമല്ലോ മുഹമ്മദ് സത്യസന്ധനായ പ്രവാചകനാണ് എന്നത്. അത് പാടില്ല. അതുകൊണ്ട് ഞാൻ ശരിയുത്തരം നൽകാൻ തന്നെ തീരുമാനിച്ചു. ഈ ഹദീസ് പിന്നീട് അബൂ സുഫിയാൻ തന്നെ ഉദ്ധരിക്കുന്നതാണ് വിശ്വാസിയായതിൻ്റെ ശേഷം. അങ്ങനെ ഹിറാക്കിൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിവിടെ വിശദീകരിക്കുന്നില്ല. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഹദീസ് വായിക്കണം. ഈ വ്യക്തിയുടെ കുടുംബത്തിൽ മുൻപ് രാജാക്കന്മാരുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നു, ഇല്ല, രാജാക്കന്മാരുണ്ടായിട്ടില്ല. ഉണ്ടായിട്ട് പിന്നീട് ഈ ചോദ്യങ്ങളുടെ ഒക്കെ ശേഷമാണ് വിശദീകരണം. രാജാക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാജഭരണം തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് പ്രവാചകത്വം വാദിച്ചത് എന്ന് പരികൽപ്പിക്കാമായിരുന്നു. പക്ഷെ അതല്ല. എന്നെങ്കിലും നുണ പറഞ്ഞതിന് തെളിവുണ്ടോ? എന്നെങ്കിലും മുഹമ്മദ് നുണ പറഞ്ഞതിന് തെളിവുണ്ടോ? ഹിറാക്കിൾ ചോദിക്കുകയാണ്. അബൂ സുഫിയാൻ പറയാണ്, ഇന്നേ വരെ തെളിവില്ല. ഇത് പ്രവാചകത്വ ലബ്ധിയുടെ മുൻപല്ല, പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം, ബദർ ഉഹദ് കയ്യിലെ 13 വർഷത്തിന് ശേഷം, ഹിജറയ്ക്ക് ശേഷം, ബദർ ഉഹദ് ഖന്തഖ് ഖൈബർ യുദ്ധങ്ങൾക്കൊക്കെ ശേഷം, ഹുദൈബിയ സന്ധിക്കും ശേഷമാണ്. ഇനി കുറഞ്ഞ കാലം കൂടിയേ ഉള്ളൂ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരത്തിന് ഭൂമിക്ക് മുകളിൽ ധർമ്മം നിർവഹിക്കാൻ. ആ കാലത്തും കൊടിയ ശത്രുക്കളുടെ നേതാവായ അബൂ സുഫിയാൻ പറയുകയാണ് നുണ പറഞ്ഞതിന് തെളിവില്ല എന്ന്. അപ്പോൾ പ്രവാചകത്തെ ലബ്ധിക്ക് ശേഷവും അവിടുത്തെ സത്യസന്ധത മാലോകർ അംഗീകരിച്ചതാണ്, മക്കക്കാർ ഉൾക്കൊണ്ടതാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയുകയുമില്ല.